സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നെല്ലിക്ക കൊണ്ട് ഒരു പച്ചടി ഉണ്ടാക്കാം. നെല്ലിക്ക വിറ്റാമിൻ സിയുടെ ഒരു കലവറയാണ്. നെല്ലിക്ക നമ്മുടെ ശരീരത്തെ പല വിധത്തിൽ സഹായിക്കുന്നു. ഞാനിവിടെ 5 നെല്ലിക്കയാണ് എടുത്തത്. നെല്ലിക്ക കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് കൂടി നല്ലതാണ്. നെല്ലിക്കയുടെ കുരു കളഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ പൊടിച്ച ശേഷമേ വെള്ളം ഒഴിക്കാവൂ. അങ്ങനെ ചെയ്യുമ്പോഴാണ് അത് അരഞ്ഞു കിട്ടുക. ഇങ്ങനെ അരയ്ക്കുമ്പോൾ നല്ല പോലെ അരഞ്ഞു കിട്ടും. ഇനി നല്ലതുപോലെ പൊടിഞ്ഞോ എന്ന് കണ്ടാൽ അതിലേക്ക് 2 പച്ചമുളക് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ അരച്ച ശേഷം മാറ്റി വയ്ക്കാം. മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച ശേഷമാണ് അരച്ചെടുക്കേണ്ടത്. ഇത് നല്ലൊരു പച്ചടിയാണ്. ഇനി അരച്ച കൂട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നെല്ലിക്കയുടെ ഗുണം എല്ലാവർക്കും അറിയാമെങ്കിലും ആരും ഇതിനൊന്നും മെനക്കെടാറില്ല. നെല്ലിക്ക ഇപ്പോഴുള്ള കുട്ടികൾ കഴിക്കാറും കുറവാണ്. പണ്ടുകാലത്തുള്ള കുട്ടികൾ വളരെയധികം നെല്ലിക്ക കഴിച്ചിരുന്നു. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. നെല്ലിക്ക ഏത് വിധത്തിലായാലും ദിവസേന കുറച്ച് കഴിക്കുന്നത് നല്ലതാണ്. നെല്ലിക്ക കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് നിങ്ങൾ ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. ഇനി ഇതിലേക്ക് 1 കഷ്ണം ഇഞ്ചിയും 1 നുള്ളി കടുകും കൂടി അരച്ചത് ചേർത്ത് കൊടുക്കുക. നെല്ലിക്ക എങ്ങനെ കഴിച്ചാലും നല്ലതാണ്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ ചൂടാക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് കടുക് വറുത്തിടാം. ഇനി
പാൻ വെച്ച് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് 1 നുള്ള് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് ഒന്ന് ഇളക്കിയ ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് സൂപ്പർ പച്ചടിയാണ്. നിങ്ങളൊന്ന് മറക്കാതെ ഇതുണ്ടാക്കി നോക്കണം. പച്ചടി ഉണ്ടാക്കുക എന്നാൽ വളരെയധികം എളുപ്പമുള്ള ഒരു കറിയാണ്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.